ഇത്ര വലിയൊരു രാജ്യം കാലത്തിൻ്റെ അന്ത്യത്തിൻ്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ആ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അമേരിക്കയെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അത് കാണാത്തത്? എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെയൊരു ഡിക്ലൈൻ ഉണ്ടാകുന്നത്? ലോക സാമ്പത്തിക മേഖലയിൽ, ലോക രാഷ്ട്രീയ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു ചെറിയ കോട്ടം പറ്റിക്കൊണ്ടിരിക്കുന്നു. മഹോപദ്രവ കാലഘട്ടത്തിൽ അമേരിക്ക ശക്തിഹീനമാകും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കട്ടെ. ലൈഫ് ഫോക്കസിൻ്റെ പ്രേക്ഷകർക്ക്, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മളൊരു സീരീസ് ഓഫ് ടോക്ക്, അതായത് വളരെ പ്രാധാന്യത അർഹിക്കുന്ന, ആനുകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രീയത്തിലെ സമ്പൽ വ്യവസ്ഥയിൽ നടക്കുന്ന മാറ്റങ്ങളും ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിച്ചത് ഒരു ഭരണകൂടവും അവിചാരിതമായ ലോകത്തിൽ ഉത്ഭവിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ ഭരണകൂടങ്ങളൊക്കെ ഉടലെടുത്തത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായവും 7-ാം അധ്യായവുമാണ്. ഈ 2 അധ്യായങ്ങളിൽ സാമ്രാജ്യങ്ങൾ ഏതൊക്കെ ഉത്ഭവിക്കുമെന്നും അസ്തമിക്കുമെന്നും മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ അവസാനത്തെ ഭരണകൂടം ഏതെന്നും ഒക്കെ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞതുപോലെ നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ, ക്രിസ്തുവിന് 600 വർഷം മുമ്പ് ചരിത്രം ശ്രദ്ധിച്ചാൽ അത് അതുപോലെ കൃത്യമായി നിവർത്തിക്കപ്പെട്ടുവെങ്കിൽ, ഒരു കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയതുപോലെ അത്യുന്നതൻ ദൈവം മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയാണ്. അമേരിക്ക വലിയ രാജ്യം, സാമ്പത്തികമായും സൈനികമായും ശക്തരായ രാജ്യം. ഇസ്രയേൽ പിറന്നു വീണപ്പോൾ സൂതികർമ്മിണികൾ ആ ജനിച്ച കുഞ്ഞിനെ സൂക്ഷിച്ചതുപോലെ ഈ ഇസ്രയേലിൽ നിന്ന് വരുന്ന രാജ്യത്തെ സൂക്ഷിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അവിടെ ജനങ്ങളുണ്ടായിരുന്നില്ല, കുടിയേറിയവരെ കൊണ്ട് ദൈവം സൃഷ്ടിച്ചെടുത്തതാണ്. അത്യുന്നതൻ അവൻ്റെ മനുഷ്യരുടെ നിവാസത്തിനും അതിരുകളും കാലങ്ങളും നിശ്ചയിക്കുന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ദൈവം അങ്ങനെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് ആര്? അമേരിക്ക. എന്നാൽ ഇന്ന് അമേരിക്കയെക്കുറിച്ച് പഠിക്കുന്ന, ശ്രദ്ധിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമേരിക്ക ഒരു ഡിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ ലോക സാമ്പത്തിക മേഖലയിൽ, ലോകരാഷ്ട്രീയ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു ചെറിയ കോട്ടം പറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടെങ്കിലും ഉണ്ട്. എഡ്വേർഡ് ഗിബോൺ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേര് ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ. റോമൻ സാമ്രാജ്യം ഇരുമ്പ് മുഷ്ടി കൊണ്ട് ഭരിച്ച സാമ്രാജ്യം, ലോകവ്യാപകമായ ഒരു സാമ്രാജ്യം, അവരുടെ ശക്തിക്ക് അതിരില്ലാതിരുന്ന ഒരു സാമ്രാജ്യം. ആ സാമ്രാജ്യം ഡിക്ലൈൻ ആൻഡ് ഫോൾ, അവരുടെ ശക്തി കുറഞ്ഞു വന്ന് അവസാനം അവർ തകർന്നു പോയി. അതേ വാക്ക് അമേരിക്കയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു, വായിച്ചു. ദ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് അമേരിക്ക. അതിൽ ആദ്യത്തെ ഭാഗം ഏതാണ്ട് നടക്കുകയാണ്. അമേരിക്ക ഡിക്ലൈനിങ് ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെയൊരു ഡിക്ലൈൻ ഉണ്ടാകുന്നത്? അമേരിക്കയെ ഫോം ചെയ്തെടുത്തത് ദൈവമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പ്രവചനത്തിൽ നമ്മൾ കാണുന്നില്ല. ഇത്ര വലിയൊരു രാജ്യം കാലത്തിൻ്റെ അന്ത്യത്തിൻ്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ആ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അമേരിക്കയെ കാണുന്നില്ല. എന്തുകൊണ്ടാണത് കാണാത്തത്? നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. അമേരിക്ക എന്തുകൊണ്ടാണ് ബൈബിളിൻ്റെ പ്രവചനങ്ങളിൽ കാണാത്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കത് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിള് ശ്രദ്ധിക്കുമ്പോൾ, വേദപുസ്തക പ്രവചനം ശ്രദ്ധിക്കുമ്പോൾ ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്, അമേരിക്കയെ പറഞ്ഞിട്ടുണ്ട്, അത് വെളിപാട് പുസ്തകം 8:8 പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ പഠിപ്പിക്കുന്ന ചില വേദപണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഞാനത് അങ്ങനെ അംഗീകരിക്കുന്നില്ല. എങ്കിലും അനേക വേദപണ്ഡിതന്മാർ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 8:8 വാക്യം. രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ എറിഞ്ഞിട്ട്
കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിൽ 1/3 ഛേദം വന്നു. വൻമല പോലെയൊന്ന് സമുദ്രത്തിൽ എറിഞ്ഞു. പലരും വിശ്വസിക്കുന്നു ഈ വൻമല പോലെ, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ഈ വൻമലയെന്ന് പറയുന്നത് അമേരിക്കയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു, പഠിപ്പിക്കുന്നു. അവരങ്ങനെ പറയാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ബൈബിളിൽ ചില സാമ്രാജ്യങ്ങളെ പർവ്വതങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് യെരമ്യാ പ്രവചനം 51-ാം അധ്യായം നോക്കാം. യെരമ്യാ പ്രവചനം 51-ാമത്തെ അധ്യായം ഞാൻ തന്നെ അത് വായിച്ച് കേൾപ്പിക്കാം. അവിടെ ബാബിലോണെക്കുറിച്ച് പറയുന്ന, ലോകത്തിലെ ഒരു വൻ ശക്തിയായ ബാബിലോണെക്കുറിച്ച്, ആ കാലയളവിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സാമ്രാജ്യം, അവരെക്കുറിച്ച് പറയുന്നൊരു വാക്യം ഞാൻ വായിക്കാം. 25-ാം വാക്യം. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഒരു രാജ്യത്തെ നോക്കി ദൈവം വിളിക്കുകയാണ്, വിനാശ പർവ്വതമേ, ഡിസ്ട്രോയിങ് മൗണ്ടൻ. ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പേര് വിളിച്ച് ദൈവം പറയുകയാണ്, വിനാശ പർവ്വതം, എ ഡിസ്ട്രോയിങ് മൗണ്ടൻ. വേണ്ട. വീണ്ടും നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വെളിപ്പെടുത്തി. കൈ തൊടാത്തൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വരുന്നു. അത് ബിംബത്തെ അടിച്ച് തകർത്തു. എന്നിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം, നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 35-ാമത്തെ വാക്യം. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും പോലെ തകർത്ത്, അതായത് ഈ കൈ തൊടാത്ത, ഈ 34-ാം വാക്യത്തിൽ കൈ തൊടാത്ത കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ അടിച്ച് തകർത്തു. എന്നിട്ട് വായിക്കുന്നുണ്ട്, ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഈ കൈ തൊടാത്ത കല്ല് മഹാപർവ്വതമാകുന്നു, ഭൂമിയിൽ നിറയുകയാണ്. വളരെ വ്യക്തമായി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഭാഗം അപഗ്രഥിക്കുമ്പോൾ നമുക്കറിയാം, കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ല് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യമാണ്. ആ രാജ്യം ഭൂമിയിലെ സാമ്രാജ്യങ്ങളെ തകർത്ത് വലിയൊരു പർവ്വതമായി സർവ്വഭൂമിയിലെ നിറയും. അത് കർത്താവിൻ്റെ രാജ്യത്തെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഈ പർവ്വതം എന്ന് പറയുന്നത് ബാബിലോണെക്കുറിച്ചും കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചും ലോകരാജ്യങ്ങളെക്കുറിച്ചൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്ന വൻമല പോലെ ഒന്ന് എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു എന്ന് പറയുന്നത് ഈ അമേരിക്കയുടെ ന്യായവിധിയാണെന്ന് പറയുന്ന ചിലരുണ്ട്. എന്നാൽ ഇതോട് തുലനമായി ഒരു വാക്യവും ബൈബിളിലില്ല, ഒരു വാക്യവുമില്ല. നമുക്കത് അങ്ങനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലരൊക്കെ അങ്ങനെ കരുതുന്നു, വിശ്വസിക്കുന്നു. ശരിയാകാം, തെറ്റാകാം. പക്ഷേ നമുക്ക് വേറെ ഒരു വാക്യമില്ലാത്തത് കൊണ്ട് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഒരു വലിയ മഹോപദ്രവ കാലഘട്ടം ഭൂമിയിൽ ഉണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഭൂമിയിൽ വരുന്ന പരീക്ഷാകാലത്ത്, ഭൂമിയിൽ എങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ആഗോളമായി സംഭവിക്കുന്നൊരു ഉപദ്രവം. മത്തായി 24-ൽ പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം, മഹാകഷ്ടം, മഹോപദ്രവ കാലഘട്ടം, ഒരു വലിയ ന്യായവിധിയുടെ ദിവസം. അത് വെളിപ്പാട് പുസ്തകത്തിൽ മാത്രമല്ല, യെശയ്യാപ്രവചനം 13-ന്റെ 6 തൊട്ട് 16 വരെ വായിക്കുമ്പോഴും ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം, അത് ഈ മഹോപദ്രവ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ഈ 2 വേദഭാഗങ്ങൾ അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം ന്യായവിധിക്കായി എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം. തൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റിയ ശേഷം ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. നമ്മൾ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നുണ്ട്, വരാനിരിക്കുന്ന കോപത്തിൽ നമ്മളെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ വിടുവിക്കും. വലിയ കഷ്ടം. എന്നാൽ യഹോവയുടെ കോപ ദിവസം, ദൈവം ക്രോധത്തോടുകൂടെ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം. ദൈവം എന്തിനാണ് എഴുന്നേൽക്കുന്നത്? ദൈവം ക്രോധത്തോടുകൂടെ എഴുന്നേൽക്കുന്നത് ദൈവത്തിന് വിരോധമായി സ്ഥാപിച്ച എല്ലാ മതസ്ഥാപനങ്ങളും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും,
എല്ലാം കറപ്റ്റഡായിട്ടുള്ള ദൈവ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യൻ പടുത്തുയർത്തിയതെല്ലാം തകരുന്ന ഒരു ദിവസം, ദൈവത്തിൻ്റെ ന്യായവിധി വരുന്ന ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഓർത്തുപോയി. ഡോക്ടർ ബില്ലി ഗ്രഹാം, ലോകപ്രസിദ്ധനായ ദൈവദാസൻ, ഒരു കാര്യം പറഞ്ഞു. അമേരിക്കയുടെ അധാർമികത്വം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അധാർമികത്വത്തോടെ ദൈവം ന്യായവിധി നടത്തിയില്ലെങ്കിൽ സോദോം ഗൊമോറയും അധാർമികമായ ഒരു സ്ഥലമായിരുന്നു, അവരോട് ദൈവം ക്ഷമ ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അധാർമികത്വം സോദോം ഗൊമോറയുടെ അധാർമികത്വത്തെയും കവച്ചു വെച്ചു. ഭയങ്കരം ഇമ്മോറാലിറ്റി. മാത്രമല്ല, പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു, ആൺകുട്ടികൾക്ക് പെൺകുട്ടിയാകാം, പെൺകുട്ടികൾക്ക് ആൺകുട്ടിയാകാം, ഓപ്പറേഷനൊക്കെ ചെയ്ത്. ഒരു ബോയ് എന്നും ഗേളെന്നും പറയാൻ പാടില്ല പല സംസ്ഥാനങ്ങളിലും. അവർ തീരുമാനിക്കണം ബോയ് ആണോ ഗേളാണോ എന്ന്. ദൈവിക പ്രമാണങ്ങളെ മുഴുവൻ കാറ്റിൽ പരത്തിയിരിക്കുന്ന ഒരു സമൂഹം. മാത്രമല്ല, വയലൻസ്. റോമൻ സാമ്രാജ്യം, ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ, അതിൻ്റെ തകർച്ചയുടെ പ്രധാന കാരണം മോറൽ ഡിക്ലൈൻ ആയിരുന്നു, ധാർമ്മികമായ അധപ്പതനം. അമേരിക്കയിൽ കുടിയേറിയത് ദൈവവിശ്വാസികളാണ്. അവരുടെ കരങ്ങളിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു. അവരുടെ കറൻസിയിൽ അവർ പ്രിന്റ് ചെയ്ത് വെച്ചു, ഇൻ ഗോഡ് വി ട്രസ്റ്റ്. ആ രാജ്യമാണ് ഈ വിധത്തിൽ അധാർമികമായി അധപ്പതിച്ചു പോയത്. അവിടെ ദൈവമക്കൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവം ന്യായവിധിക്കായിട്ട് എഴുന്നേൽക്കുമ്പോൾ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കും. പക്ഷേ ആ മഹോപദ്രവ കാലഘട്ടത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് ശക്തിഹീനമായ ഒരു രാജ്യമായി, സാധാരണ രാജ്യമായി തീരും. ഞാൻ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ചില തെളിവുകൾ തരട്ടെ. ബൈബിളിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ തെളിവുകൾ തരുന്നത്. എനിക്ക് സ്വന്തമായൊന്നും പറയാൻ കഴിയില്ല. ബൈബിളിൻ്റെ പ്രവചനങ്ങളെ അപഗ്രഥിക്കുന്ന ഒരു വേദവിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാര്യങ്ങളെ അപഗ്രഥിക്കും. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ ഞാൻ അപഗ്രഥിക്കും. സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ മഹോപദ്രവ കാലഘട്ടത്തിൽ അമേരിക്ക ശക്തിഹീനമാകും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കട്ടെ. യെരമ്യാ പ്രവചനം ഒന്ന് എടുത്താട്ടെ. യെരമ്യാ പ്രവചനം 30-ാമത്തെ അധ്യായം. അമേരിക്ക ഒരു സാധാരണ രാജ്യമായി തീരും. ബ്രിട്ടീഷ് സാമ്രാജ്യം ഒരു സൂര്യനസ്തമിക്കാത്ത ലോകത്തിലെ വൻ ശക്തിയായിരുന്നു. അത് സാധാരണ രാജ്യമായി തീർന്നു. റോമൻ സാമ്രാജ്യം, എത്ര വലിയ ഇരുമ്പ് പോലെ ഭരിക്കുന്ന സാമ്രാജ്യം, അത് ഡിക്ലൈൻ ചെയ്തു പോയി, അത് തകർന്നു പോയി. അമേരിക്കയും ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. അവരുടെ ഔന്നത്യത്തിൽ നിന്ന് അവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിക്ലൈനിങ് ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയർ, അതോടുള്ള ബന്ധത്തിൽ അത് തകരും. വളരെ ഞാൻ ഓർപ്പിക്കട്ടെ, അമേരിക്കയ്ക്ക് പ്രാധാന്യത ഇല്ലാതെ വരും കാലത്തിൻ്റെ അന്ത്യത്തിൽ, പ്രത്യേകിച്ച് ട്രിബുലേഷൻ പീരീഡിൽ. ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്കയുടെ വ്യത്യാസങ്ങൾ, സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളെ ഇതിനെ വരച്ച് കാണിക്കുന്നു. എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ ചുങ്കം എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടുകയാണ്. H-1B വിസയ്ക്ക് $10,000 ഒരു വർഷം കൊണ്ടുവരികയാണ്. എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ട്രഷറിയിൽ അവർക്ക് പണം കൊണ്ടുവരണം. കാരണം അവരുടെ പണം അതുപോലെ കടമുയർന്നു കഴിച്ചു. അവർ പുറത്ത് പറയുന്നില്ലേ, ആ രാജ്യം എപ്പോൾ വേണേലും തകർന്നു പോകാം. ഞാനിതിൻ്റെ കണക്കുകൾ പറയാം. എന്നാൽ പ്രാരംഭമായി പറയട്ടെ, ബൈബിളിൽ ശ്രദ്ധിച്ചാൽ അമേരിക്ക ഒരു സാധാരണ രാജ്യമായി മാറുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, ഒന്ന്, യെരമ്യാ പ്രവചനം 30-ാം അധ്യായം. ഇസ്രയേൽ പിറന്നു വീണാൽ ഈ രാജ്യം വേണം. അമേരിക്ക അവരെ സഹായിക്കാതെ അവർക്ക് നിലനിൽപ്പില്ല. ഇന്നും ഇസ്രയേൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം അമേരിക്കയുടെ സഹായിക്കുന്ന കരമാണ്. അമേരിക്കയുടെ സഹായിക്കുന്ന കരം അവരെ നിലനിർത്തുന്നു. ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾക്കൊക്കെ അവർക്ക് വേണ്ട ബോംബുകളും അവർക്ക് വേണ്ട മിസൈലുകളും ഒക്കെ കപ്പലുകളിലും വിമാനങ്ങളിലും ഇഷ്ടം പോലെ അമേരിക്കയിൽ നിന്ന് ഇറക്കി കൊടുക്കുകയാണ്. എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഈ 30-ാം അധ്യായത്തിൽ വരുമ്പോൾ യെരമ്യാ പ്രവചനത്തിൽ ഇസ്രയേലിനെ മടക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ദൈവം പറയുന്നു.
ദൈവം പറഞ്ഞു ഏതാണ്ട് 2500 വർഷം മുമ്പ് ഒരു പുസ്തകത്തിൽ ഇത് എഴുതുക. ഞാൻ ഇസ്രയേലും യഹൂദയുമായി എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും. 2500 വർഷം മുമ്പ് എഴുതി വെച്ചതാണ്. ദൈവം അവരെ മടക്കിക്കൊണ്ടുവരും. ലോകത്തിൽ ചിതറിപ്പോയ യഹൂദൻ, 2000 വർഷം രാജ്യമില്ലാതെ ഉഴന്നു നടന്ന യഹൂദനെ മടക്കിക്കൊണ്ടുവരും. അത് സംഭവിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് നടക്കുന്നത് ഇസ്രയേലിൻ്റെ ശുദ്ധീകരണം എന്ന് പറയുന്ന മഹോപദ്രവ കാലഘട്ടം. ആ കാലഘട്ടത്തിന് വേദപുസ്തകം പറയുന്ന പേര് 7-ാം വാക്യം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്ന കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇസ്രയേൽ മടങ്ങി വന്നു. ദൈവജനത്തിൻ്റെ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ഇനിയും പ്രവചനപരമായി നടക്കേണ്ടത് ഉൽപ്രാവണം നടക്കണം. ഉൽപ്രാവണം നടന്നു കഴിഞ്ഞാൽ യഹൂദന് യാക്കോബിൻ്റെ കഷ്ടകാലം, അവരെ ശുദ്ധീകരിക്കുന്ന കാലഘട്ടം. അവർ കുത്തിവെങ്കിലേക്ക് നോക്കുവാൻ തക്കവണ്ണം അവർ വലിയ പീഡയിലൂടെ കടന്നു പോകണം. ഈ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കയ്ക്ക് എന്തു പറ്റും? അതിൻ്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. നിൻ്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. 14-ാം വാക്യം, നിൻ്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. ഈ 2 വാക്യങ്ങൾ നോക്കിയാട്ടെ. ഇസ്രയേലിനോട് പറയുന്ന വാക്കാണ്, നിൻ്റെ സ്നേഹിതന്മാർ നിന്നെ മറന്നു. നിൻ്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. UN-ലും ലോക കോടതികളിലും ഇസ്രയേലിന് വിരോധമായി സംസാരിക്കുമ്പോൾ അവരെ താങ്ങി നിർത്തുന്നത്, അവർക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. പക്ഷേ ഈ യാക്കോബിൻ്റെ കഷ്ടകാല സമയം അമേരിക്കയ്ക്ക് അത് സാധിക്കില്ല. നിൻ്റെ സ്നേഹിതന്മാർ നിന്നെ മറന്നിരിക്കുന്നു. നിൻ്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. എന്തുകൊണ്ട്? ഒന്നുകിൽ അമേരിക്ക ഒരു സാധാരണ രാജ്യമാകും, ലോക നിലയിൽ ലോകത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന രാജ്യം സാധാരണ നിലയിലേക്ക് മാറും. രണ്ടാമതൊരു ഭാഗം ഞാൻ എടുത്തോട്ടെ. രണ്ടാമതൊരു ഭാഗം ഞാൻ എടുക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം. 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്ക് പറയുകയാണ്. ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്ക്, 70-ാം ആഴ്ചവട്ടം ബൈബിള് പഠിക്കുന്നവർക്കറിയാം, അത് മഹോപദ്രവ കാലഘട്ടമാണ്. ഒരു ആഴ്ചവട്ടം 7 വർഷമാണ്. 70-ാമത്തെ ആഴ്ചവട്ടം നിവർത്തിച്ചിട്ടില്ല. സഭ മാറ്റപ്പെട്ട ശേഷം യഹൂദന് കൽപ്പിച്ചിരുന്ന 70 ആഴ്ചവട്ടത്തിൽ 69 നിവർത്തിക്കപ്പെട്ടു. 70-ാം ആഴ്ചവട്ടം നടക്കുകയാണ്. അന്ന് ഒരു കവനൻ്റ് ഉണ്ടാക്കും. 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. താഴോട്ട് വരുമ്പോൾ അന്തിക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത 27-ാം വാക്യം. അവനൊരാഴ്ചവട്ടത്തോട് പലരോടും നിയമത്തെ കഠിനമാക്കും. ഇവൻ എവിടുന്നാണ് വരുന്നത്? ഇവൻ വരുന്നത് വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനമാണ് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുന്നതെന്ന് രേഖപ്പെടുത്തി. AD 70 ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ശേഷം യഹൂദൻ്റെ ദേവാലയം നശിപ്പിച്ചത്, പട്ടണം നശിപ്പിച്ചത് ആരാണ്? റോമാക്കാരാണ്. ഈ റോമാക്കാർ എവിടെ പോയി? AD 475 റോമൻ സാമ്രാജ്യം ചിതലീകരിച്ച് യൂറോപ്പിലും മെഡിറ്ററേനിയനിൽ കാണുന്ന രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് വരും. ആ ആളുടെ പേരാണ് അന്തിക്രിസ്തു. നോക്കുക, ഇവര് ഒരു സമാധാന ഉടമ്പടി, ലോകരാജ്യങ്ങളുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന അമേരിക്കയുമായിട്ടല്ല ഉടമ്പടി, ഈ അന്തിക്രിസ്തുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കാരണം അമേരിക്കയ്ക്ക് അവിടെ പ്രാധാന്യത കുറഞ്ഞുപോയി എന്നുള്ളതിൻ്റെ തെളിവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അമേരിക്ക ലോകരാഷ്ട്രീയത്തിൽ മഹോപദ്രവ കാലഘട്ടം അതെപ്പം വേണേലും നടക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തി, അടുത്ത സെഷനിൽ നമുക്ക് ചിന്തിക്കാം. എപ്പോൾ വേണേലും ഉൽപ്രാവണം നടക്കും. അങ്ങനെ ലോകരാഷ്ട്രീയം ഒരുങ്ങിക്കഴിഞ്ഞു. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു സാധാരണ രാജ്യമായി തീരും. ഇസ്രയേലിനെ സഹായിപ്പാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറും. അതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ ഞാനൊരു കാര്യം പ്രത്യേക കേൾവിക്കാരെ ഓർപ്പിക്കട്ടെ. റോമൻ സാമ്രാജ്യം തകർന്നു പോയതിൻ്റെ പ്രധാന കാരണം അവരുടെ ധാർമ്മിക അധപ്പതനവും സാമ്പത്തിക തകർച്ചയുമാണ്. ഇത് രണ്ടും അമേരിക്കയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു.
വളരെ അധാർമികത്വം കൊണ്ട് നിറഞ്ഞെന്ന് മാത്രമല്ല, സാമ്പത്തിക മേഖല തകരുന്നതായി നമ്മൾ കാണുന്നു. ഒരു പ്രസിഡന്റിനും രക്ഷിപ്പാൻ കഴിയില്ല. എൻ്റെ പ്രിയ കേൾവിക്കാരോട് ഓർപ്പിക്കട്ടെ, ഇതൊരു കാര്യം സൂചിപ്പിക്കുന്നു: സഭ മാറ്റപ്പെടാൻ സമയമായി, ക്രിസ്തു മടങ്ങി വരാൻ സമയമായി, തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാൻ കർത്താവ് വരും. മഹോപദ്രവത്തിലേക്ക് ലോകം കടക്കും. നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനമെടുത്തെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്നും മാറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മഹോപദ്രവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. 2000 വർഷം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതത്തിൽ ധന്യതയുള്ളവരായി മാറുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. കാലലക്ഷണങ്ങളെ വിലയിരുത്തുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി അതിൻ്റെ സമാപ്തിയിലേക്ക് പോകുന്നെന്ന് ഗ്രഹിപ്പാൻ കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് ബുദ്ധിയും വേഗവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു.